وبركاته. الحمد لله منعم المتفضلين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വിധി എഴുതുന്ന വിധികർത്താക്കളെ, ലഹരി ഉപയോഗം നവതലമുറയും എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ലഹരി ഉപയോഗം ഞെട്ടിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഉറക്കം ഉണർന്നത്. കോട്ടികൾ വിലവധിക്കുന്ന ലഹരി വസ്തുക്കൾ നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പിടിക്കപ്പെടും. സമൂഹത്തിന്റെ നട്ടിലായി വർത്തിക്കേണ്ട യുവ സമൂഹം ഇന്ന് ലഹരിയുടെ അടിമകളായി സമൂഹത്തിന്റെ ഭാരമായിരിക്കുന്നു. എല്ലാ ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു നൽകിയ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി. ലഹരി ഉപയോഗിക്കുന്നതോൽ അത് അവനെ നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇജ്തനിബുൽ ഖംറ ഫഇന്നമാ മിഫ്താഹു കുല്ലി ശർറിൻ. കല്ലും അതുപോലത്തുള്ള ലഹരി വസ്തുക്കൾ നിങ്ങൾ വർജിക്കണം. അത് തീർച്ചയായും എല്ലാ തിന്മകളുടെ താക്കോലാണ്. എല്ലാ വർഷം ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം നാം ആചരിക്കുന്നു. അതുകൊണ്ട് മാത്രമായില്ല, സമൂഹം ഒന്നിച്ചു പോരാടണം. അതിന്റെ തുടക്കം നമ്മുടെ വീട്ടിൽ കൊണ്ടായിരിക്കണം. തലയിൽ വെച്ചാൽ പേടിക്കും, നിലത്തിൽ വെച്ചാൽ ഉറുമ്പടിക്കും എന്ന നിലയിൽ ലാലിച്ചു വളർത്തിയ പെണ്ണുമക്കൾ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്കും കഴിയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഉണ്ട് ഉത്തരവാദിത്വം. ലഹരിക്കെതിരെ ഞങ്ങൾക്കും ശബ്ദിക്കാം. Say no to drugs, put it out before it put you out. അല്ലാഹു സലാമത്താക്കട്ടെ. ഇത്തരം പറഞ്ഞ എന്റെ വാക്കുകളിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.